ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ചോറൊക്കെ വേകാറായി. പിന്നെ ചോറ് കൊണ്ടുപോകാനായിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ഉണക്കമീൻ വറുത്തു, ചക്കക്കുരു തോരൻ വെച്ചു, പിന്നെ തേങ്ങാ ചമ്മന്തി അരച്ചു, പിന്നെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാനും കൊണ്ടുപോകാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. പഴം ഉണ്ടായിരുന്നു ഉപ്പുമാവിന്. പിന്നെ ഇച്ചിരി ചായ ഇട്ടു. അപ്പോൾ ഇതൊക്കെ മരുമോളാണ് വെച്ചത് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ ഉണക്കമീൻ മാത്രമേ വറുത്തുള്ളൂ. അപ്പോഴത്തേക്ക് അവൾ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഏട്ടന് കഴിക്കാനുള്ളതെല്ലാം എടുത്ത് കൊടുത്തു. ചോറും പൊതികെട്ടി ഉപ്പുമാവും പൊതിയാക്കി കൊടുത്ത് വിട്ടു. അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് അതിനങ്ങനെ കൈ വെക്കുന്നേ? പോകാവോ? കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കൂട്ടുകാരെ ഈ ഡപ്പകൾ. ഇത് 3 എണ്ണം 150 രൂപ. ഇതുണ്ടാ, നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് നീല കളർ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അത് തന്നെ വാങ്ങിച്ചു. പച്ച ഉണ്ടായിരുന്നു, നീല വാങ്ങിച്ച്. നമുക്ക് ഇവിടുത്തെ പേപ്പറുകളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി സാധനങ്ങളൊക്കെ പറക്കി വെക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒതുക്കി പറക്കി വെച്ചു. കൊള്ളാം, കമന്റ് ഇടണേ കൂട്ടുകാരെ. കുറച്ച് കുഞ്ഞു ഡപ്പകൾ ഇവിടെ വെച്ചു. പിന്നെ കുറേ ചെറുതുകൾ ഈ ഡ്രൈയിലാക്കി ഞാൻ ഇവിടെയും വെച്ചു. എല്ലാം കൂടെ അവിടെ ഇട്ട് നീക്കിത്തള്ളാതെ. ഞങ്ങൾ ഇന്ന് എന്തുവാ മുല്ലപ്പഴ പോവാ, വൈകിട്ട് വരാം. കൊച്ചുമോനെ അവരുടെ അമ്മ വീട്ടിൽ പോവാണ്. ഇപ്പം മോനാണ് കൊണ്ടുവിടുന്നത്. ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായില്ലേ. അപ്പോൾ അങ്ങോട്ട് അവരുടെ അമ്മമ്മ അടുത്തോട്ട് പോവാ. നേരത്തെ പറഞ്ഞേ. പച്ചമുളകിൻ്റെ അരിയുണ്ട്, ഇത് നമുക്ക് നടാം. ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കത് പാകാനായിട്ട്. എൻ്റെ കൊച്ചുമോൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഫോണ് കവങ്ങി ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ് വന്ന് തട്ടിക്കിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു. തട ഒരുക്കി ഇതിലേക്ക് ഇതെല്ലാം കൂടെ പാകാം. ഇനി ഇത് മുളയാകുമ്പോൾ നമുക്ക് പറിച്ച് നടാം. ഇവരെല്ലാം ഇവിടെ നിന്ന് കിളിക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത്രയിടം വൃത്തിയാക്കി, ഇങ്ങനെ വൃത്തിയാക്കി അങ്ങോട്ട്. ഈ വഴുതനയുടെ മൂട്ടിലൊക്കെ ഞാൻ കൊന്നക്കമ്പ് വെട്ടിയിട്ടേക്കുവാണ്. ഒരു കരിയാപ്പില ഇങ്ങനെ വരുക. അവളെ അഴിച്ചു വിട്ടു. ഇങ്ങനെ ദേ കിടക്കുന്ന ഒരാളെ ഞാനും മോനും കൂടെ അന്ന് വൃത്തിയാക്കിയത്. മോന ഇതെല്ലാം ചെത്തി വാരിട്ട് ഞാൻ പോച്ച കുറച്ച് വാരി കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അറിയാവോ കൂട്ടുകാരെ, ഞങ്ങൾക്കറിയില്ല, അറിയാവുന്നവർ ഇതിൻ്റെ പേര് പറയണേ. ദേ കണ്ടോ, എന്താ സംഭവം എന്നറിയില്ല. ഇതിൻ്റെ ഇല ഇതാണ്. കൂട്ടുകാരൊക്കെ കഴിച്ചോ? ഇന്ന് നമുക്ക് കിട്ടിയതാണ് ഇത്രയും കോവയ്ക്ക, പിന്നെ ഒരു 4 പയറ്, പിന്നെ വെള്ളക്കാന്താരിയാണ്. ഇത് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങി, അപ്പോൾ ഞാനിങ്ങനെ പറിച്ചെടുത്തു. പിന്നെ 4 നിത്യവേദനങ്ങ, കുറച്ചേ ഉള്ളൂ എങ്കിലും. പിന്നെ വൈകിട്ട് ഇത് തോരൻ വെച്ചിട്ട് മോക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ കൊടുത്തു വിടണം. നമുക്ക് അത്യാവശ്യത്തിനുള്ളല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ അയ്യത്തുനിന്ന് പറിച്ച കോവയ്ക്ക, പയറ്, നിത്യവേദനങ്ങ ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ തോരൻ വെച്ചു. വഴുതനങ്ങയും തക്കാളിപ്പഴവും എല്ലാം ഇട്ട് ഞാനൊരു ചെറിയൊരു തീയലും കൂടി വെച്ചു.
അതിപ്പം പറ്റത്തില്ല ചേട്ടാ, അത് പിച്ച നടക്കുന്ന സമയത്തൊക്കെ. അത് കഴിഞ്ഞ് മോളെ ജോലിക്ക് കൊണ്ടുവിട്ടു. തിരിച്ചു വരുന്ന വഴിക്ക് ചക്കിമൂക്കും കൊച്ചുമോനും ഒരു ജോഡി തുണിയെടുത്തു. പിന്നെ ഇത് നമ്മുടെ അടുത്ത് ഓമല്ലമ്പലത്തിലെ എഴുന്നള്ളത്താണ്.